മാംഗല്യം. രചന അവതരണം നന്ദു അച്ചുകൃഷ്ണ. കുട്ടികളെ അതിന് ഞാൻ കയ്യും വെച്ചല്ലല്ലോടി പെണ്ണുമ്പുള്ളെ, നാവും വെച്ചല്ലേ പഠിപ്പിക്കുന്നത്. അവളുടെ പിടുത്തവും ദേഷ്യവും ഒക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള അവന്റെ മറുപടി കേട്ടതും പെണ്ണിന് പിന്നെയും പെരുവിരലിൽ നിന്നും പെരുത്തു കയറി. ഓ, അപ്പൊ ബോർഡിൽ വരച്ചും എഴുതിയും കാണിക്കാനുള്ളതൊക്കെ ഈ നാവ് കൊണ്ട് തന്നെ ചെയ്യുമോ നന്ദേട്ടൻ? വിറഞ്ഞു കയറിയ മുഖത്തെ ദേഷ്യം അതുപോലെ പുറത്തേക്ക് കാണിച്ചുകൊണ്ടുള്ള അവളുടെ ചോദ്യത്തിൽ ഒരു നിമിഷം എന്തു മറുപടി പറയണമെന്നറിയാതെ നിന്നിട്ട് അവള് മെല്ലെ കയ്യിൽ നിന്നും കൈ പിൻവലിച്ച് മുന്നിലേക്ക് നടന്നവൻ. നന്ദേടാ, ഇത് സ്ഥിരമുള്ള ഏർപ്പാടാണ് കേട്ടോ. എന്തെങ്കിലും ഉത്തരവില്ലെങ്കിൽ ഇതുപോലെ അങ്ങ് മിണ്ടാതെ പോകുന്നത്. നിനക്ക് എന്താ കണ്ണേ? ഇതൊന്നുമില്ല കൊച്ചേ, ഞാൻ ഓക്കെയാണ്. ഇനിയും അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പെണ്ണുറഞ്ഞു തുള്ളി തീർക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ അവൻ സമാധാനത്തിന്റെ പാത പിടിച്ചു. എന്ത് പറഞ്ഞാലും നന്ദേട്ടനെ ഇന്ന് ഞാൻ ജോലിക്ക് വിടില്ല. തീരുമാനം പോലുള്ള അവളുടെ വർത്തമാനം കേട്ടതും ഹരി പെണ്ണിനെ ഒന്ന് നോക്കി. സാധാരണ ആരെങ്കിലും ഇതുപോലെ ഓർഡർ ഇടാൻ വന്നാൽ ഇഷ്ടമില്ലാത്തതാണെങ്കിലും ചെയ്തു കാണിച്ചാണ് ശീലം. പക്ഷെ ഈ ഒരുവയുടെ മുന്നിൽ ഇപ്പോൾ അതൊന്നും കഴിയുന്നില്ല. എടി, പിള്ളേർക്ക് പരീക്ഷയായി, അവധി എടുക്കാൻ പറ്റില്ല. അവൻ പെട്ടെന്ന് അനുരഞ്ജനത്തിന്റെ പാത തേടി. ഓ പിന്നെ, നാളെ കളക്ടർ പരീക്ഷ എഴുതാൻ പോകുന്ന കുഞ്ഞുങ്ങളല്ലേ? അവളുടെ ചോദ്യത്തിലെ ആ പുച്ഛം ഹരിക്ക് നല്ലോണം കൊണ്ടു. അതെന്തേ, കളക്ടർ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമേ പരീക്ഷയുടെ ടെൻഷനുള്ളൂ? അവന്റെ നെറ്റി ചുളുക്കിയുള്ള ചോദ്യത്തിൽ നിന്ന് തന്നെ അറിയാമായിരുന്നു പറഞ്ഞത് ആൾക്കത്ര പിടിച്ചില്ല എന്ന്. പക്ഷെ പെണ്ണതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ പോയില്ല. എടി, നിന്നോടാ ചോദിച്ചത്. അവള് മറുപടി പറയുന്നില്ലെന്ന് കണ്ടതും ചെറുക്കന്റെ ചൊറിഞ്ഞ സ്വഭാവം പുറത്തു വരാൻ തുടങ്ങി. ദേ നന്ദേട്ടാ, വെറുതെ തല്ലുവെക്കാൻ വരല്ലേ. ഒന്നും കൂടെ കൂട്ടിയാൽ ഇമ്മണി വലിയ ഒന്ന് എന്ന് പറയുന്ന മാങ്ങാണ്ടി പിള്ളേരുടെ പരീക്ഷയുടെ പേരും പറഞ്ഞ് നന്ദേട്ടൻ ഇവിടെ നിന്നും എവിടെയും പോകുന്നില്ല. അതുകൊണ്ട് നേരെ ചൊവ്വെ വിളിച്ച് ആ പ്രിൻസിപ്പൽ മാഡത്തോട് അവധി പറഞ്ഞോ. ഇല്ലെങ്കിൽ അവള് ദേഷ്യത്തോടെ തീർപ്പ് പോലെ പറയുന്നത് കേട്ടതും അവനും വെറുതെ ചോദിച്ചു. സിമ്പിൾ. നന്ദേട്ടനായിട്ട് വിളിച്ചു പറഞ്ഞാൽ 2 ദിവസത്തെ അവധിയിൽ കാര്യം തീരും. പക്ഷെ ഞാനാ വിളിക്കുന്നെങ്കിൽ അടുത്ത ഒരാഴ്ച മോന്റെ അവധി കയറി പറയുകയും ചെയ്യും. കൈ പൊള്ളി എന്ന പേരിൽ അത് സാങ്ഷനാക്കി എടുക്കുകയും ചെയ്യും. എന്തേ, വേണോ? കൈയും കെട്ടി ഭീഷണി മോഡലുള്ള അവളുടെ ആ ചോദ്യം കേട്ടതും ഹരി അടിയാതെ മിടയിറക്കിപ്പോയി. അവളുടെ ഇപ്പോഴത്തെ നിൽപ്പിലും ഭാവത്തിലും പെണ്ണ് പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുമെന്നുറപ്പാണ്. നേർക്ക് നേരെ കണ്ടാൽ വിറച്ചുകൊണ്ട് നിന്നവളാണ് ഇപ്പൊ തന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോ എങ്ങനെയാ, വിളിക്കല്ലേ? പെണ്ണ് പിന്നെയും അതിൽ തന്നെ പിടിച്ചു തൂങ്ങിയതും ഹരി അവൾക്കടുത്തേക്ക് ചെന്ന് ആ കൈ രണ്ടും തന്റെ കൈക്കുള്ളിലേക്ക് മെല്ലെ എടുത്തു. ദേഷ്യപ്പെടല്ലേ കണ്ണേ, ശരിക്കും ഇന്ന് പോയിട്ട് ആവശ്യമുണ്ടടി. പ്രിൻസിപ്പൽ മാഡത്തിന്റെ കൂടെ ഇന്ന് എഇയോടെ ഓഫീസിൽ ചെല്ലാമെന്ന് വാക്ക് പറഞ്ഞു പോയി. അവൻ മെല്ലെ പറഞ്ഞതും പെണ്ണിന്റെ ദേഷ്യവും പതിയെ അടങ്ങിയ പോലെ അവൾ ആ മുഖത്തേക്ക് നോക്കി. അതിനാ ഗിരീഷ് സാറിനെ ഒപ്പം വിട്ടാൽ പോരെ? അവളുടെ കയ്യിൽ പിടിച്ചിരുന്ന കൈ മെല്ലെ തന്റെ കൈക്കുള്ളിലേക്ക് എടുത്തുകൊണ്ട് സങ്കടത്തോടെയായിരുന്നു പെണ്ണിന്റെ ചോദ്യം. ഇന്ന് ആളുടെ വൈഫിന്റെ 7ാം മാസത്തെ ചെക്കപ്പ് അടി, എങ്ങനെയാ വിളിച്ചു വരുത്തുക? അവന്റെ ആ പറച്ചിൽ കേട്ടതും മറുത്ത് എന്തു പറയണമെന്നറിയാതെ പെണ്ണ് ആ മുഖത്തേക്ക് ഒരിക്കൽ കൂടി നോക്കി. ഇത്തവണ അവളുടെ ഇമകൾക്കിടയിൽ ഉരുണ്ടുകൂടിയ നീർത്തുള്ളിയെ അവൻ വ്യക്തമായി കണ്ടു. ശേ, എന്താ പെണ്ണെ ഇത്? ഇത്രയും ചെറിയ കാര്യത്തിനാണോ ഈ കണ്ണിങ്ങനെ നിറയ്ക്കുന്നത്? അന്ന് വരെ ഇല്ലാതിരുന്ന എന്തൊക്കെയോ പ്രത്യേകതകൾ അവർക്കിടയിൽ മെല്ലെ ഉരുണ്ടുകൂടാൻ തുടങ്ങിയത് പാവങ്ങൾ ശരിക്കും അറിഞ്ഞില്ല. പറഞ്ഞുകൊണ്ടവൻ അവളുടെ കവിളിലേക്ക് ഒഴുകിയിറങ്ങാൻ തുടങ്ങിയ നീർത്തുള്ളിയെ തുടയ്ക്കാൻ കൈ ഉയർത്തിയ നേരം, എടാ രാക്ഷസ, നീ എന്റെ അനിയത്തിയെ തീർക്കാൻ നോക്കിയോ? വാതിൽ നിന്ന് കേട്ട ശബ്ദത്തിൽ ഇരുവരും ഞെട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് നോക്കി. ആൽബി അവന്റെ തോളിൽ വട്ടം പിടിച്ച് ഹരിയുടെ ട്രോഫിയും. ഇവനിത് എപ്പോ എവിടുന്ന് പൊട്ടി വീണു എന്ന രീതിയിൽ മണിക്കുട്ടി നോക്കുമ്പോൾ രാക്ഷസനെന്ന് വിളിച്ചവൻ ചോദിച്ച ചോദ്യത്തിൽ ആ തോളിലിരിക്കുന്ന കുഞ്ഞിപ്പെണ്ണിനെ നോക്കി പല്ല് കടിക്കുകയായിരുന്നു ഹരി. എടാ, നീ എന്റെ കൊച്ചിനെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. അല്ല, എവിടെ ഷവായ്? അവനെ നോക്കിക്കൊണ്ട് തന്നെ അടുത്ത ചോദ്യവുമായി അകത്തേക്ക് കയറി വരുന്നവന്റെ ആ ചോദ്യത്തിൽ ഇത്തവണ മണിക്കുട്ടിയും ഹരിയും പരസ്പരം നോക്കിപ്പോയി. ഷവായോ? മനസ്സിലാവാത്ത പോലുള്ള മണിക്കുട്ടിയുടെ നോട്ടത്തിൽ ഒരുത്തൻ അപ്പോഴേക്കും അവൾക്കടുത്ത് എത്തിയിരുന്നു. എന്തേ, നിനക്ക് മനസ്സിലായില്ലേ? അവള് ഇല്ലെന്ന് തലയാട്ടി. അല്ല, രാവിലെ തന്നെ ഇവൻ ഇറച്ചിക്ക് ആവി വേവിച്ചെടുത്തു അറിഞ്ഞു, ഈ ഷവായെ. ബാക്കിയുള്ള അവന്റെ സംസാരം കേട്ടതും ഹരി പല്ല് കടിച്ചതും ഒരുത്തി പിന്നെ ദേഷ്യത്തിലായതും നിമിഷം കൊണ്ടാണ്. അതേ ദേഷ്യത്തോടെ അവനെ ഒന്നുകൂടി നോക്കുമ്പോൾ
പിന്നിലൂടെ വരുന്ന അച്ഛനെയും ശ്രീധരൻ മാമയും സീതമ്മയും കണ്ടതോടുകൂടി ഒക്കെ പൂർത്തിയായി. പിന്നങ്ങോട്ട് രാവിലെ തന്നെ കൈപൊള്ളിച്ചു എന്ന് പറഞ്ഞ് അമ്മയുടെ ശകാരവും ശ്രീധരൻ മാമന്റെ വഴക്കും ഒക്കെ മുറയ്ക്ക് ഹരിക്ക് കിട്ടി. അതിൽ അവർക്ക് എന്തെങ്കിലും ഒരു തട്ടുകേട് വന്നാൽ നെയ്യ് ഒഴിച്ചു കൊടുക്കും പോലെ മൂട്ടിക്കൊടുക്കാൻ ആൽബിയും അവർക്ക് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ആൽബിയെ ദഹിച്ചു നോക്കുമ്പോഴും ഇത്തിരി മുന്നേ തന്നോട് പിണങ്ങി ദേഷ്യം കാണിച്ച് അടുക്കളയിലേക്ക് പോയവളുടെ പിന്നാലെയായിരുന്നു ഹരിയുടെ മനസ്സ്. ആഹാരം കഴിക്കാനിരുന്നപ്പോഴാണ് അതിലും വലിയ പ്രശ്നം. വലതു കൈയുടെ വിരലുകളിൽ പടർന്ന വേദനയിൽ അവന് അപ്പം പിച്ചി കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എങ്ങനെയൊക്കെയോ പിച്ചും പറിച്ചുമൊക്കെ കഴിക്കുന്നവന്റെ കണ്ണുകൾ ഇടയ്ക്കിടെ തന്നെ ഒരു നോട്ടം പോലും നോക്കാതെ ദേഷ്യത്തോടെ അച്ഛനും മോൾക്കും ആഹാരം വാരിക്കൊടുക്കുന്നവൾക്കരികിലേക്ക് പലപ്പോഴും ചെല്ലുന്നുണ്ടായിരുന്നു. സ്കൂളിൽ പോകുന്നതിന്റെ പ്രതിഷേധമാണ് കാണിക്കുന്നതെന്ന് അറിയാഞ്ഞിട്ടല്ല, പക്ഷെ അവൾ തന്നെ നോക്കാതിരിക്കുന്ന ഓരോ നിമിഷവും ഹരിക്ക് എന്തിനെന്നറിയാത്ത ഒരു ദേഷ്യവും വാശിയും തനിയെ ഉള്ളിൽ ഉടലെടുക്കാൻ തുടങ്ങി. ദേ മണിക്കുട്ടി, ഇവൻ നിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കൈ വയ്യാത്തതുകൊണ്ട് ഇവനും കൂടി നീ വാരിക്കൊടുക്കാൻ വേണ്ടിയാണ് ഈ നോട്ടമെന്ന്. മുന്നിലിരിക്കുന്ന വെള്ളയപ്പത്തിന്റെ ഒരു പാതിയെടുത്ത് വായിലേക്ക് വെക്കും വഴി വളരെ നിഷ്കളങ്കമായിട്ടായിരുന്നു ആൽബിയുടെ ആ വാദം. ഒരു വേള അത് കേട്ടതും ഹരിയുടെ ഉമിനീര് വെട്ടിപ്പോയി. നെറുകിൽ കയറിയവൻ ആഞ്ഞു ചുമയ്ക്കുന്ന കേട്ടതും ആൽബി അവന്റെ തലയിൽ തട്ടിക്കൊടുക്കുന്ന നേരത്തിന് മുന്നേ വന്നൊരുവൾ ഉച്ചിയിൽ തട്ടി വെള്ളം ചുണ്ടോടടുപ്പിച്ചു കൊടുത്തിരുന്നു. നീ ഇങ്ങനെ നോക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഹരിക്ക് വെള്ളം കൊടുക്കുന്നതിനൊപ്പം തന്നെ നോക്കി ദഹിപ്പിക്കുന്നവളെ നോക്കി എങ്ങുമില്ലാതെ പറഞ്ഞുകൊണ്ട് അവസാനത്തെ അപ്പവും വായിലേക്ക് വെച്ചവൻ കൈ കഴുകാൻ വേണ്ടി എഴുന്നേറ്റ് പോയി. അത് കണ്ടതും അവരെ തനിയെ വിട്ടുകൊണ്ട് അച്ഛൻ മോളുമായി എഴുന്നേറ്റു. എടാ, നിനക്ക് ബുള്ളറ്റ് ഓടിക്കാൻ പറ്റില്ലല്ലോ. കഴിച്ചു കഴിഞ്ഞെങ്കിൽ എഴുന്നേക്ക്, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. അത് കേൾക്കേണ്ട താമസം അതൊരു നല്ല ഐഡിയയായി തോന്നി ഹരി എഴുന്നേൽക്കാൻ പോയതും ഒരുവൾ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്കൊരു പോക്കായിരുന്നു. അത് കണ്ടതും ആവേശത്തോടെ എഴുന്നേൽക്കാൻ പോയവൻ ഒരു നിമിഷം നിന്നു. എന്താടാ? അവളുടെ ആ പോക്കും അവന്റെ ഇരിപ്പും കണ്ട് സംശയത്തിൽ ആൽബി അടുത്തേക്ക് ചെന്നാണ് ചോദിച്ചത്. നീ പൊക്കോടാ, ഞാൻ ഇന്ന് കാർ എടുത്തോളാം. വൈകിട്ട് വരാനാണെങ്കിലും വണ്ടി ആവശ്യമല്ലേ? എങ്ങും തൊടാതെയുള്ള അവന്റെ മറുപടി കേട്ടതും എന്തോ കളിയാക്കി പറയാൻ വന്നവൻ കൈമള് മാഷ് ഒന്നും പറയല്ലേ എന്ന് കാണിച്ചത് കണ്ടതും മിണ്ടാതെ നിന്നു. കാര്യം എന്താണെന്ന് പറയില്ലെങ്കിലും പറയാൻ വന്നത് അവൻ കഷ്ടപ്പെട്ട് അടുക്കി. ആൽബി, നീ ഒരു കാര്യം ചെയ്. മോളെ ഇന്ന് അംഗനവാടിയിൽ വിട്ടിട്ട് വേണം പോകാൻ. ഇവളെ ഒരുക്കാനും വിടാനും ഇന്ന് സീതയോട് പറയാം. നീ വാ അപ്പുറത്തേക്ക്, ഞാനുമുണ്ട്. പറയുന്നതിന്റെ ഒപ്പം തന്നെ അവനെ കൊണ്ട് ഇങ്ങോട്ടൊന്നും സംസാരിപ്പിക്കാൻ നിൽക്കാതെ മാഷ് കുഞ്ഞിനെ അവന്റെ കയ്യിലേക്ക് കൊടുത്തുകൊണ്ട് വാല് പിടിച്ച പോലെ ആൽബിയുമായി അപ്പുറത്തു പോയി. എല്ലാവരും വീട്ടിൽ നിന്ന് പോയെന്ന് കണ്ടതും ഹരി മെല്ലെ അടുക്കളയിലേക്ക് ചെന്നു. വാമനൻ, ഞാൻ പറയുന്നൊന്നും അനുസരിക്കില്ല. ഒക്കെ തന്നിഷ്ടാണ്. എന്തെങ്കിലും കാണിക്കട്ടെ, എനിക്കെന്താ? ഒഴുകിയിറങ്ങുന്ന കണ്ണുനീര് തുടച്ചുകൊണ്ട് പെണ്ണ് പിന്നെയും പിന്നെയും ഓരോന്ന് പറയുന്ന കേട്ടുകൊണ്ടാണ് ഹരി അവൾക്കടുത്തേക്ക് ചെല്ലുന്നത്. ഇങ്ങനെ ഒരു ദിവസമായതുകൊണ്ടാവും അവൾ എല്ലാത്തിനും ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നതെന്ന് സ്വയം മനസ്സിൽ ആശ്വസിച്ചുകൊണ്ട് അവൻ പെണ്ണിന്റെ തോളിലൊന്ന് തൊട്ടു. കണ്ണേ. വിളി കേട്ടെങ്കിലും അവൾ തിരിഞ്ഞു നോക്കാൻ പോയില്ല. പിണങ്ങല്ലേടി, ഞാൻ കഴിവതും വേഗത്തിൽ വരാൻ നോക്കാം. അവളോട് പിണങ്ങി ഇറങ്ങിപ്പോകാൻ വയ്യാത്തതുകൊണ്ട് മാത്രം അവൻ പിന്നെയും പറഞ്ഞതും അവൾ വേഗം തിരിഞ്ഞു നോക്കി. സത്യമായിട്ടും? കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ വിളർത്തിക്കൊണ്ട ആ ചോദ്യത്തിൽ അവൻ തലയാട്ടി. ഉറപ്പല്ലേ? വലതു കൈ അവന് നേരെ നീട്ടി വാക്ക് ചോദിക്കുന്ന പെണ്ണിന്റെ കയ്യിലേക്ക് കൈവച്ചു കൊടുത്തുകൊണ്ട് അവനൊന്ന് മൂളി. ഇനി കരഞ്ഞുകൊണ്ടിരിക്കരുത്. അതുപോലെ അടുക്കളയിലുള്ള ഈ നിൽപ്പും വേണ്ട. പോയി റെസ്റ്റ് എടുക്ക്. അതുപോലെ വയറ് വല്ലാതെ വേദനിക്കുകയാണെങ്കിൽ ഞാൻ അവിടെ ഒരു ടാബ്ലറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, ആ ടേബിളിന്റെ പുറത്ത്. അത് കഴിക്കണം. അവൻ അങ്ങനെ അത്രയും ഓപ്പണായി പറഞ്ഞതും അവൾക്കെന്തോ ചമ്മൽ തോന്നി മിഴികൾ താന്നു. അത് മനസ്സിലായതും അവന്റെ ചുണ്ടിന്റെ കോണിൽ അറിയാതൊരു പുഞ്ചിരി മുട്ടിട്ടു പോയി. ഇനി ഞാൻ പൊക്കോട്ടെ? ആ ചോദ്യത്തിന് മെല്ലെ ഒരു തലയാട്ടലാണ് മറുപടി കിട്ടിയത്. അവനൊന്ന് ചിരിച്ചുകൊണ്ട് ആ കവിളിൽ തട്ടി തിരിഞ്ഞതും അവൾ അവന്റെ ഇടത് കൈത്തണ്ടിൽ പിടിച്ചു നിർത്തി. കണ്ണൊക്കെ ചുരുക്കി സംശയം പോലെയാണ് ചോദിച്ചത്. അവൾ അവനെ അടുക്കളയിലേക്കുള്ള ചെയറിലേക്ക് കൊണ്ടുവന്നിരുത്തി. കാര്യം മനസ്സിലാവാതെ എന്താണെന്ന് ചോദിക്കാൻ പോയവന്റെ മുന്നിലേക്ക് പെണ്ണൊരു പാത്രത്തിൽ അപ്പവും കറിയുമായി വന്നിരുന്നു. ആ കണ്ണൊന്ന് ചെറുകി വന്നവന്റെ വായിലേക്ക് അവൾ ആദ്യത്തെ പീസ് അപ്പം വെച്ചു കൊടുത്തു. വേണ്ടടാ, ഞാൻ ആവശ്യത്തിന് കഴിച്ചായിരുന്നു. അവൾ വാരിത്തരുന്നതിന്റെ ചമ്മലിൽ പെട്ടെന്ന് ഹരി തടഞ്ഞതും പെണ്ണ് അവനെ സൂക്ഷിച്ചു നോക്കി. ഉണ്ട കണ്ണി, മനസ്സിൽ പറഞ്ഞുകൊണ്ടവൻ നോക്കുമ്പോഴേക്കും പെണ്ണ് അടുത്ത പീസും അവന്റെ വായിലേക്ക് വെച്ചിരുന്നു. ഞാൻ തരുന്നത് മുഴുവനും മര്യാദയ്ക്ക് കഴിച്ചാൽ നന്ദേട്ടൻ ഇന്ന് സ്കൂളിൽ പോകാം.
അതല്ലെന്നുണ്ടെങ്കിൽ സത്യമായിട്ട് മോൻ നിന്ന് വീട്ടിലിരിക്കത്തേ ഉള്ളൂ. ഭീഷണിപ്പെടുന്ന പോലെയുള്ള അവളുടെ വാക്കുകൾക്കൊപ്പം തന്നെ പെണ്ണ് കുഞ്ഞു കുഞ്ഞു ഉരുളകളായി അവന് വാരിക്കൊടുക്കുന്നുമുണ്ടായിരുന്നു. സാധാരണ എന്ത് കാര്യത്തിനും ദേഷ്യവും വാശിയും കാണിച്ചുകൊണ്ടിരുന്നവന് അന്ന് ആദ്യമായി അവളുടെ വാശികളൊക്കെ അംഗീകരിച്ചു കൊടുക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ പെണ്ണിനെ ഭയന്നെന്ന പോലെ അവൻ ഓരോ വായും വാങ്ങിക്കഴിച്ചു. വാമനന്റെ വിചാരം ഒക്കെ തന്റെ ഇഷ്ടത്തിന് കൺട്രോൾ ചെയ്യാമെന്നാ. ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞനുസരിപ്പിക്കാൻ പറ്റില്ല. ഞാനൊന്ന് നോക്കട്ടെ നല്ല വഴിക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന്. ചുണ്ടിൽ വച്ചവൾ പിറുപിറുക്കുന്ന പലതും മനസ്സിലായില്ലെങ്കിലും പെണ്ണിന്റെ ആ കാട്ടയങ്ങളൊക്കെ അവന് വല്ലാത്തൊരു ഇഷ്ടം തോന്നിപ്പിക്കുന്നതായിരുന്നു. അപ്പോൾ എന്നെ കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നന്ദി.